സഡൻലി ഇപ്പം ഞാൻ റോഡിലേക്ക് ഇറങ്ങും കൂടുതൽ ഫ്രോൺസാണ് കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് ഇത്രത്തോളം ഫ്രോൺസ് ഇറങ്ങിയിട്ടുള്ളതെന്ന്? ശരിയാ, മാരുതി തന്നെയാണ് കേട്ടോ മെയിൻ കാര്യം. കാരണം മാരുതിൻ്റെ റിലയബിലിറ്റി, സർവീസ് സെൻറ്റർ അവൈലബിലിറ്റി, പിന്നെ പാർട്സിൻ്റെ ഒക്കെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, മെയിൻ്റെനൻസ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് കാര്യം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കാരണം ബലേനോനെക്കാട്ടി കൂടുതൽ ഇപ്പോൾ ഫ്രോൺസാണ് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടി ഇറങ്ങിയ സമയത്ത് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ലുക്കായിരിക്കാം അല്ലേ. ഇപ്പം പുതിയ ന്യൂജൻ ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രോൺസാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. പ്രാക്ടിക്കലി ഗുഡ് വെഹിക്കിളാണ്. കാരണം അത്യാവശ്യം SUV ലുക്കും ഉണ്ട്. കാരണം SUV അല്ല, എവിടെ വേണമെങ്കിൽ കൊണ്ട് പാർക്കും ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതുകൊണ്ടാണോ? പിന്നെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു കൂടുതൽ ആക്സറീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പൊളിച്ച് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് തോന്നുന്നു. ഒന്ന് കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പുലിക്കുട്ടിയാവുന്നൊരു വണ്ടിയാണ് തോന്നുന്നു. അതൊരു ഫാക്ടർ തന്നെയാണ്. ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഒരു മസ്കുലാറാണ് വണ്ടി, ഒരു അടിപൊളി തന്നെയാണ്. ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും കേട്ടോ രണ്ടാമത്തെ കാര്യമുള്ളത്. പിന്നെ 2 ടൈപ്പ് എഞ്ചിനും ഉണ്ട്. നമുക്ക് 1 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട്, ടെർബോ എഞ്ചിനും വരുന്നുണ്ട്. അതേപോലെ 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിനും വരുന്നുണ്ട്. നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിൻ ആകുമ്പോൾ മൈലേജും കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 80 ഗിയർ ബോക്സിൽ തന്നെ 1 ലിറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിപൊളി ഗിയർ ബോക്സും കാര്യങ്ങളും ഈ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ പ്രൈസാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് 8 ലക്ഷം മുതലാണ് ഈ വണ്ടി കിട്ടി തുടങ്ങുന്നത്. ഏകദേശം 8 ലക്ഷം ഓൺ റോഡ് മുതൽ കിട്ടി തുടങ്ങുന്നുണ്ട്. ഏകദേശം 13, 13.5 അല്ലെങ്കിൽ 14 അടുത്ത് വരെ എത്തുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഏകദേശം പ്രൈസും കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാമല്ലേ ഇപ്പം ബുക്ക് ചെയ്താലും വണ്ടി കിട്ടാത്തത്. എനിക്ക് എങ്ങനെയാട്ടോ ഫീൽ ചെയ്തത്? എൻ്റെ അറിവിൽ ഇപ്പം തന്നെ ഏകദേശം എൻ്റെ ഓഫീസിൽ തന്നെ 4-5 വണ്ടി എടുത്തിട്ടുണ്ട്. 4-5 ആൾക്കാർ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 2-3 മാസത്തിനുള്ളിൽ ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടാട്ടോ എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രോൺസാണ് ഇപ്പം ഒരു ആ സെഗ്മെൻറ്റിൽ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. ലോ മെയിൻ്റനൻസ് പ്ലസ് ഹൈ റിലയബിലിറ്റി, ഡ്രൈവിങ്ങിനാണെങ്കിലും കുഴപ്പമില്ല, വണ്ടി ലുക്കിനാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു 4-5 കാര്യങ്ങളാണ് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നു ഫ്രോൺസ് കൂടുതൽ ഈ റോട്ടിൽ കാണാനുള്ളതിൻ്റെ. അപ്പോൾ ഇനി അടുത്തൊരു വണ്ടിയായിട്ട് വരാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.